الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين صدق الله العظيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റണമെന്ന് യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വാബോധമല്ലാതെ നമ്മുടെ ജീവിത വിജയത്തിന് മറ്റൊരു മാർഗമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ തുടക്കം മുതലേ പ്രതിരോധ മുഖത്താണ്. അതിവൈകാരികവും സംഘർഷഭരിതവുമായ കനൽ പദങ്ങളിലൂടെയാണ് ഈ ദീൻ എന്നും കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ആദി മനുഷ്യൻ മുതൽക്ക് തന്നെ യഥാർത്ഥത്തിൽ അത് ആരംഭിക്കുന്നുണ്ട്. അന്ന് നേരിട്ട് പിശാചുമായാണ് ആദ്യ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാം ഏറ്റുമുട്ടിയത് എങ്കിൽ ഇന്ന് കാലം ഏറെ പിന്നിടുമ്പോൾ അതേ പിശാചിന്റെ അനന്തരവന്മാരുമായാണ് നാം ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഇസ്ലാം എന്നും പ്രതിരോധ മുഖത്താണ് എന്നും നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതം സംഭവ ബഹുലമായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ട് ഇസ്ലാമിക ലോകം എന്നും ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു? നമ്മുടെ വല്ല കുഴപ്പമാണോ? അതല്ല ദീനുൽ ഇസ്ലാമിന്റെ പ്രശ്നമാണോ? സ്വാഭാവികമായും ആലോചിച്ചു പോകും. മറ്റു മതവിഭാഗങ്ങളൊന്നും ഇങ്ങനെ ഇളകി മറിയുന്നില്ലല്ലോ. നിരന്തരമായ പ്രശ്നങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്?
അതിന്റെ മറുപടി വളരെ കൃത്യമാണ്. ഒരു മറുപടി മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ദീൻ ഒരു ജീവൽ പ്രസ്ഥാനമാകുന്നു എന്നതാണ്. അല്ലാഹുവിന്റെ ദീൻ ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. ഈ ലോകത്ത് വളരെ കൃത്യവും വ്യക്തവുമായ ചില മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് അല്ലാഹുവിന്റെ ദീൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കണം. അതുകൊണ്ട് തീർച്ചയായും പല തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ദീൻ മുന്നോട്ട് പോവുക. എന്തുകൊണ്ട് നാം നിരന്തരം പ്രതിരോധ മുഖത്ത് എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് വല്ലാതെ അങ്ങ് ബേജാറായി മനമടുത്ത് പോകുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഈ ദീനിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. നമ്മുടെ ഈമാനിക വികാരവും തണുത്തുറഞ്ഞ് മഞ്ഞകട്ട പോലെ ആയിപ്പോയിരിക്കുന്നു. തീർച്ചയായും ഈ ദീനിനോടൊപ്പമാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ ഇതൊക്കെയും അല്ലാഹുവും അവന്റെ ദൂതനും പറഞ്ഞു വെച്ചത് തന്നെയാണ്. ഇതാണ് പടച്ചതമ്പുരാന്റെ വാഗ്ദാനം. ഇതാണ് പുലരാനിരിക്കുന്ന സുപ്രഭാതത്തിന് തന്നെയുള്ള തട്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. നാം ഒരിക്കലും കേവലം ഒരു സമുദായമല്ല. അങ്ങനെ ഉണ്ടല്ലോ, ജന്മസിദ്ധമായ ജന്മം കൊണ്ട് രൂപപ്പെട്ടു വന്ന കേവലമായ ഒരു ഗോത്രമോ ഒരു വംശമോ ഒരു സമുദായമോ അല്ല നാം ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഒരു ആദർശത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകേണ്ടി വരിക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ലോകം അംഗീകരിച്ച വ്യക്തിത്വം മറ്റൊന്നില്ല. ആധുനിക ലോകവും അംഗീകരിച്ചതാണത്. പക്ഷെ ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തിയെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോഴാണ് ആ മഹാമനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളുടെ കുഴപ്പമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച, പ്രവാചകൻ മുന്നോട്ട് വെച്ച ആ മഹത്തായ ആദർശം അത് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നാണ് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടത്. ആക്രമണങ്ങൾ പല വിധത്തിലാണ്, പല കാലത്തും പല ശൈലിയിൽ പല വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. സായുധമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ ഉപരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ഉപരോധിച്ചു കളഞ്ഞല്ലോ. ശഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചരവിൽ ഉപരോധിച്ച് പട്ടിണിക്കിടുകയുണ്ടായി. സാമൂഹികമായ ഉന്മൂലന ശ്രമങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബദറിലൂടെ അവൻ ഉദ്ദേശിച്ചത് അതായിരുന്നു, വേരോടെ പിഴുതെറിയണം എന്നത്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം മറ്റുമായിരുന്നു. പല ഘട്ടങ്ങളിൽ വംശീയ ഉന്മൂലനം എന്ന അർത്ഥത്തിൽ തന്നെ അങ്ങ് ഫലസ്തീനിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വർഗീയ ലഹളകൾ ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ചില ആക്രമണങ്ങളാണ്. എന്നാൽ ഇന്ന് അതിലേറെ പ്രകടമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് മനഃശാസ്ത്ര യുദ്ധങ്ങളാണ്. മനഃശാസ്ത്രപരമായിട്ട് മാനസികമായി എങ്ങനെ ഈ സമൂഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന നിലക്കുള്ള വളരെ ശക്തമായ കടന്നാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മീഡിയകൾ ഉപയോഗിച്ച് മറ്റും. അപ്പൊ സ്വാഭാവികമായും ഒരു പാരമ്പര്യ സാമുദായിക മുസ്ലിം ഉണ്ടല്ലോ, അത്തരം മുസ്ലിം വല്ലാതെ ബേജാറായി പോകും. എന്തുകൊണ്ട് ഈ ഇസ്ലാം എപ്പോഴും ഇങ്ങനെ? ഞാൻ എന്തുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമായി പോയി പെട്ടുപോയതാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് അവർ തീർച്ചയായും ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ നിർവീര്യമാക്കുക, നമ്മുടെ മനസ്സിനകത്തെ ഈമാനികളുടെ കരുത്ത് എങ്ങനെയെങ്കിലും ഊതിക്കെടുത്താനുള്ള ശ്രമം നടത്തുക എന്നത് ഒരു ഭാഗമാണ്. അങ്ങനെ മാപ്പുസാക്ഷിത്വത്തിന്റെ റോഡിലേക്ക് മാറും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾ ഭീകരന്മാരൊന്നുമല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് മാപ്പുസാക്ഷിത്വത്തിന്റെ ശൈലിയും വർത്തമാനം പറയുന്ന അവസ്ഥ ഉണ്ടാവും. ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെ പ്രതിരോധിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ശൈലിയിൽ പ്രതിരോധിച്ചു. ചരിത്രം നാം പഠിക്കേണ്ടതാണ്. സന്ദർഭവും സാഹചര്യവും അനുസരിച്ചുള്ള പ്രതിരോധ രീതികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. പ്രതിരോധം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ആയുധ പ്രതിരോധമാണ് കടന്നു വരുന്നത്.
ആരാണ് അങ്ങനെ ഒരു ചിന്ത ഇട്ട് തന്നത്? അതും നമ്മുടെ പ്രതിയോഗികൾ തന്നെയാണ്. ജിഹാദ്, സമരം, സായുധ ജിഹാദ്, വിശുദ്ധ യുദ്ധം എന്ന് എഴുതി വെച്ചതും പഠിപ്പിച്ചതും അവരാണ്. നമ്മുടെ മനസ്സിൽ പോലും അത് കയറിക്കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേവലമായ സായുധ പ്രതിരോധത്തെ കുറിച്ചാണ് പൊതുവെ പ്രതിരോധം എന്ന് പറയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ശൈലിയിൽ പ്രതിരോധിച്ചു, വളരെ സർഗാത്മകമായ ശൈലിയിൽ പ്രതിരോധിച്ചു. സഹന സമരം വളരെ ശക്തമായ ഒരു പ്രതിരോധ ശൈലിയാണ്. ഒരുപക്ഷെ നമ്മുടെ ഗാന്ധിജി കടം കൊണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് എന്ന് പറയാം. സഹന സമരം മക്കയിലെ 13 വർഷമുണ്ടല്ല, തികഞ്ഞ സഹന സമരമാണ്. സബുറൻ സബുറൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, സഹിക്കൂ, പൊറുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഇത് ഭീരുത്വമായിരുന്നില്ല, മറിച്ച് വലിയൊരു സമൂഹം ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ എത്രമാത്രം മാറ്റമാണ് സൃഷ്ടിച്ചത്. എന്തായിരിക്കും ഈ പാവങ്ങൾ ഇത് വിട്ടുപിരിഞ്ഞു പോകാത്തത്? ഇതെന്തൊരു വൈറസാണ് ഇവരുടെ മനസ്സിനകത്ത് കയറിക്കൂടിയത് എന്നവർ ചിന്തിച്ചില്ല. സ്വാഭാവികമായും ചിന്തിച്ചു. അഹദ് അഹദ് എന്ന് നിരന്തരം ബിലാൽ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് പറയുമ്പോൾ അത് പ്രതിയോഗികളുടെ മനസ്സിൽ വല്ലാത്ത ഭയം നിറച്ചു. എന്താണ് ഇതിന്റെ പിന്നിലെ സൂത്രം എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സഹന സമരം വളരെ കരുത്തുറ്റ ഒരു പ്രതിരോധ ആയുധമാണ് എന്ന് ലോകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാം ആശ്ലേഷത്തിന്റെ നിമിത്തം അത്തരമൊരു സാഹചര്യമായിരുന്നില്ല. അബൂജഹൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു, നിരന്തരം വിളിച്ചു, അക്ഷോഭ്യനായി കഴിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രതിരോധിക്കാൻ. ആ പ്രതിരോധം അതുവഴി കടന്നുപോയ ഒരു അടിമ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു. ആ അടിമ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേതായിരുന്നു. ഹംസയോട് ചെന്ന് പറഞ്ഞു, സഹോദരപുത്രനെ തെരുവിലിട്ട് അബൂജഹൽ അപമതിക്കുന്നത് കണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല, മൂത്താപ്പാക്കി പുറപ്പെടുത്താൻ. അതൊരു വഴിത്തിരി നോക്കുകയാണ്. എന്തിനാണ് നന്മ മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ മോനെ എന്തിന്റെ പേരിലാണ് അബൂജഹൽ താങ്കൾ ഇങ്ങനെ ഘോഷിക്കുന്നത് എന്ന് ചോദിക്കണ്ടായില്ലേ? അതൊരു നിമിത്തമായിരുന്നു. മോനെ വിളിച്ച് ചോദിച്ചു, എന്താ മോനെ നീ അയാളോട് പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞത്? മൂത്താപ്പ, ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അതിന്റെ പേരിൽ ഇത്രമാത്രം എന്ന് ഹംസ റളിയല്ലാഹു ആലോചിക്കുകയാണ്. ആ സഹന സമരത്തിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് പേര് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള പലരും ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ അങ്ങേയറ്റം വേദനകൾ ഏൽപ്പിച്ച ആളുകൾ പിന്നീട് മനമാറ്റം ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടായ മനപ്രയാസവും മനസാക്ഷിത്വം കുറ്റബോധവും വളരെ വലുതായിരുന്നു. അതൊക്കെ ഈ സഹന സമരം എന്ന പ്രതിരോധ സംരംഭത്തിൽ നിന്നും ഉണ്ടായതാണ്. പലായനം, ഹിജ്റ വളരെ ശക്തമായ ഒരു പ്രതിരോധ ആയുധമായിരുന്നു അല്ലേ? അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ, അതിനെ പറിച്ചു നടാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നല്ലോ അത്. പ്രത്യക്ഷത്തിൽ ഒരു ഒളിച്ചോട്ടമായും ഒരു അഭയാർത്ഥി പ്രവാഹമായി പോലും ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് വളരെ ശക്തമായ ഒരു പ്രതിരോധ മുഖം ആണ് ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ. അതൊരിക്കലും ഇവർക്ക് കഴിയില്ല എന്നായിരുന്നു മക്ക മുശ്രിക്കുകൾ കരുതിയത്. ജന്മനാടും വീടും കുടുംബവും കച്ചവടവും ബന്ധങ്ങളും ഇട്ടെറിഞ്ഞ് ആദർശത്തിന്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെടുക എന്നത് സാധ്യമാണോ? അവർക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ ഒരിക്കലും കരുതിയില്ല. പക്ഷേ ആ ഹിജ്റ വളരെ ശക്തമായ ഒരു പ്രതിരോധ ആയുധമായിട്ട് മാറുകയുണ്ടായി. പിന്നീട് ഒരു ഘട്ടത്തിലാണ് സായുധ പ്രതിരോധം സംഭവിക്കുന്നത്. ഒരു നിർണായകമായ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ സായുധ പ്രതിരോധവും സംഭവിക്കുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഏറെ ശ്രദ്ധേയമായി മാറുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സംഘർഷഭരിതമായ ചില സാഹചര്യങ്ങളിൽ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധം എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും സർഗാത്മകമായ
ആയുധങ്ങളാണ് എന്ന് കാണാം. ഇസ്ലാമിക സമൂഹം ഇളകി മറിഞ്ഞ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പരീക്ഷണ ഘട്ടങ്ങളുണ്ടായല്ലോ. ഏതായിരുന്നു അത്? പ്രതിയോഗികൾ വളരെ ബോധപൂർവം ഇസ്ലാമിനെ വരുതിയിലാക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഭൗതികമായ ഉന്മൂലനമായിരുന്നു അത്. ബദറും ഉഹദുമൊക്കെ അതിന്റെ സാക്ഷ്യമാണ്. പക്ഷെ സാധിച്ചില്ല. പിന്നീട് അവർ ശ്രമിച്ചത് ബുദ്ധിപരമായി, ചിന്താപരമായി ഇസ്ലാമിനെ പരാജയപ്പെടുത്തുവാനാണ്. അതിനുവേണ്ടി പലതും അവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങ് പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നും നല്ല വാക്കുകളിൽ ചിട്ടപ്പെടുത്തിയ കഥാപ്രസംഗങ്ങൾ കൊണ്ടുവന്നിട്ട് മദീനയിൽ അവർ അവതരിപ്പിക്കുകയുണ്ടായി. കഥാപ്രസംഗങ്ങൾ ഉണ്ടല്ലോ, നല്ല നല്ല സാഹിത്യ ഭാഷയിൽ വർത്തമാനം പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അതും ഫലിച്ചില്ല. ചിന്താപരമായും ബുദ്ധിപരമായും ഇതിനെ തകർക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോ പിന്നെ അവർ മുന്നോട്ട് വെച്ച തുരുപ്പ് ഷീട്ട് എന്തായിരുന്നു? ഇസ്ലാമിക സമൂഹത്തിന്റെ ഉന്നതമായ ധാർമ്മിക മൂല്യത്തെ, ധാർമ്മിക ബോധത്തെ നശിപ്പിച്ചു കളയുന്നതായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിലൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോൾ അതവരൊരു ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് ബോധപൂർവം സംഭവിച്ചൊരു കാര്യമാണ്. ഉച്ചനീചത്വങ്ങളില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിമയായിരുന്ന സയ്യിദിനെ കൊണ്ട് കുലസ്ത്രീയായ സൈനബിനെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ആ ദാമ്പത്യം മുന്നോട്ട് പോയില്ല. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചകനെ താങ്കൾ സൈനബിനെ കല്യാണം കഴിക്കണം. സാധാരണഗതിയിൽ ദത്തുപുത്രൻ സ്വന്തം പുത്രനായിട്ട് ആ കാലത്ത് ഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. അതിനാൽ ദത്തുപുത്രന്റെ വിധവയെ താങ്കൾ വിവാഹം കഴിക്കണം എന്ന് പടച്ചതമ്പുരാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ടു ആ വിവാഹത്തിലൂടെ. വിവാഹം കഴിച്ചു. ആൾക്കൂട്ടം പറഞ്ഞില്ലേ, മുഹമ്മദ് തന്റെ മരുമകളിൽ, ദത്തുപുത്ര വധുവിൽ വല്ലാതെ ആസക്തനായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത്. മരുമകളെ വേടി കഴിച്ചവൻ എന്നവർ പരിഹസിച്ചു. ഞാനൊന്നുമില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു ആ വിവാഹം. പക്ഷെ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വ്യക്തിത്വത്തിന് നേരെ, പ്രതിച്ഛായക്ക് നേരെ ഉണ്ടായി ഈ കടന്നാക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നത്? വളരെ സർഗാത്മകമായിട്ടാണ്. വിശുദ്ധ ഖുർആനാണ് എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പരിഹാരമാണെന്ന് പറഞ്ഞു കൊടുത്തത്. വേണമെങ്കിൽ നമ്മുടെ കാലത്താണെങ്കിൽ നാം ഒരു പ്രകോപന പ്രസംഗമൊന്ന് നടത്തിക്കളയും. അങ്ങനെയുണ്ടല്ലോ, ആൾക്കൂട്ടത്തെ ഇളക്കി വിട്ട് ആവേശം കൊള്ളിച്ച പ്രകോപന പ്രഭാഷണം വളരെ ഫലവത്താണ് എന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നും. അതല്ലെങ്കിൽ എന്ന് ബോംബിട്ട് കളയാം. ഒരു ആക്രമണമാണ്, സായുധ ആക്രമണമാണ് ഇതിനുള്ള പരിഹാരം. അങ്ങനെ പറഞ്ഞവന്റെ നാവ് പിഴുതെടുക്കണം എന്നായിരിക്കും അല്ലെങ്കിൽ അതിന് പരിഹാരം പറയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക വ്യക്തിത്വം തേജോവധം ചെയ്യപ്പെട്ട ആ ഘട്ടത്തിൽ വളരെ ഉത്കൃഷ്ടമായ കുറെ നിയമവിധികൾ അവതരിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ട നിയമവിധികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിൽ വിശ്വാസികളുടെ വീടുകളിൽ പാലിക്കപ്പെടേണ്ട വളരെ കൃത്യമായ അച്ചടക്ക മര്യാദകൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് ചെയ്തത്. പ്രവാചക പത്നിമാർ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല. അവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് അബദ്ധം സംഭവിച്ചാൽ ഇരട്ടി ശിക്ഷയാണ് അതിന്റെ ഫലം. അവർ വീടുകളിൽ വളരെ സൂക്ഷ്മതയോടെ കഴിയണം. സംസാരത്തിൽ മിതത്വം പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അന്യപുരുഷന്മാർ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം. റസൂലുള്ളാഹിന്റെ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന അതുല്യമായ പദവിക്ക് ഉടമകളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കുറെ നിയമവിധികൾ, സാന്മാർഗികമായ നിയമവിധികൾ പഠിപ്പിക്കാൻ. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിയത്. ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുമോ? ആലോചിച്ച് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേജോവധം ചെയ്യപ്പെടുമ്പോൾ ആ പ്രവാചക വ്യക്തിത്വത്തെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ. എന്താണ് ആ ജീവിതത്തിന്റെ മഹത്തായ സന്ദേശം? എന്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ആ ജീവിതത്തിലെ ഏത് ഭാഗമാണ് മാതൃകയാക്കേണ്ടത്? ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായോ?
സാധ്യത കുറവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു, സംഘടനകൾ പറഞ്ഞു, ഒരുപാട് ചാറ്റിംഗ് നടത്തി, വാട്സപ്പിലും മറ്റും ഒരുപാട് മെസ്സേജുകളുടെ പ്രളയമുണ്ടായി. ഒക്കെ ശരിയാണ്. പക്ഷേ ആ ജീവിതത്തിൽ നിന്ന്, ആ ജീവിതത്തിനെ ധന്യമായ നിമിഷങ്ങളിൽ നിന്ന് ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ, അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് പ്രതിരോധിക്കട്ടെ എന്ന് നമ്മൾ ആലോചിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് യഥാർത്ഥത്തിൽ സർഗാത്മകമായ പ്രതിരോധം എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് പിന്നീട് നമുക്കറിയാം, പ്രവാചക പത്നി ആയിഷ ബീവിയെ കുറിച്ച്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ആയിഷ ബീവിയെ കുറിച്ച് അപവാദ പ്രചരണമുണ്ടായി. ബദൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അവർ ഒറ്റപ്പെട്ടു പോയപ്പോ സഫ്വാൻ ബിൻ മുഅത്തൽ എന്ന വിശുദ്ധനായ പ്രവാചക സ്വഹാബി അവരെ കൂടെ കൊണ്ടുവന്നിട്ട് ആ സംഘത്തിന്റെ കൂടെ എത്തിക്കുന്നുണ്ടായി. അവിടെയാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ കഅബ് എന്ന മുനാഫിക്കുകളുടെ നേതാവ് വെടിപൊട്ടിച്ചത്. കണ്ടോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇന്നലെ രാത്രി ആരോടൊപ്പമായിരുന്നു കഴിഞ്ഞത്. നഅൂദുബില്ല. ആളുകളുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മറികടക്കുന്നത്, വേണമെങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനെ വെടിവെച്ച് കൊല്ലാമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു അയാൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. ഖുർആൻ അയാളിലേക്ക് സൂചന നൽകിയിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ നേരത്തെ അവതരിപ്പിച്ച ആ നിയമങ്ങളുടെ തുടർച്ച സൂറത്തുൽ നൂറിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ സംഭവത്തെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് അറിയാം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ആ അപവാദ പ്രചരണവുമായിട്ട് രംഗത്ത് വന്നവർ നിങ്ങളിൽപ്പെട്ട ഒരു സംഘം തന്നെയാണ്, നിങ്ങളിൽപ്പെട്ടവരാണ്, കപടന്മാരാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അത് നിങ്ങൾക്കൊരു ശർറായിട്ടൊന്നും കരുതണ്ട, നിങ്ങൾക്കത് തീർച്ചയായും നന്മയാണ്. നിങ്ങൾക്കത് നന്മയാണ്. ഉൾക്കൊള്ളാൻ കഴിയുമോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ പറയാണ്, അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപദ്രവകരമല്ല, അത് നിങ്ങൾക്ക് നന്മയാണ് നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം. തെറ്റ് ചെയ്ത ഓരോരുത്തർക്കും അവരവരുടെ വിഹിതമുണ്ട് എന്നാ പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ സദാചാര വിശുദ്ധി ഒന്നുകൂടി അഗ്നി വിശുദ്ധി ചെയ്തെടുക്കുവാൻ അല്ലാഹു തീരുമാനിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ചില നിയമങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട്, വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട്, വിവാഹ ബന്ധത്തിലെ ആദർശ വിശുദ്ധി നിലനിർത്തുന്നതിനെ കുറിച്ച്, അശ്ലീല പ്രചരണം അരുത് എന്നതിനെ കുറിച്ച്, ഇത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം സമചിത്തതയോടെ അല്ലാഹു തആല ഇങ്ങനെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാവുക ഖുർആൻ അല്ലാഹുവിന്റേതാണ്, റസൂലുള്ളാഹിന്റേതല്ല. തന്റെ പത്നിയെ കുറിച്ച് ഇത്രമാത്രം പറഞ്ഞിട്ടും അവർക്ക് നേരെ ആക്ഷേപ ശരങ്ങളൊന്നും സൂറത്തുൽ നൂറിൽ കാണാൻ കഴിയില്ല. എന്നാൽ ഇനിയും നാം വിശുദ്ധി ആർജിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പടച്ചതമ്പുരാൻ അവിടെ നൽകുന്നത് എന്നുള്ളതാണ്. ഉത്തമമായ മാതൃകകൾ സൃഷ്ടിച്ച് പ്രതിരോധം തീർക്കുക എന്നത് സർഗാത്മകമായ ഒരു പ്രവൃത്തിയാണ്. പ്രതിരോധം ഒരു കലയായി മാറുന്നത് അവിടെയാണ് എന്ന് കാണാം. പ്രവാചക ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നാം കണ്ടുമുട്ടുന്നില്ലേ? ആ വൃദ്ധയുടെ സംഭവം നമ്മളൊക്കെ മനസ്സിലുള്ളതാണ്. ഒരു ചെറിയൊരു നിമിഷം മാത്രമാണ് അത്. പക്ഷെ അത് ലോകത്ത് മുഴുവനും അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയില്ലേ? ആ വെല്ലുമയുടെ മനസ്സിൽ പ്രവാചകനെ കുറിച്ചുള്ള ചിന്ത തികച്ചും വിപരീതമായിരുന്നു. അവരുടെ പാട്ടം പേറിയിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തപ്പോ അവർ പറഞ്ഞല്ലോ, മോനെ, മുഹമ്മദ് എന്നൊരു ഫിത്നക്കാരൻ ഇറങ്ങിയിട്ടുള്ള സൂക്ഷിക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഉമ്മ, ആ മുഹമ്മദ് ഞാനാണ്, ആ മുഹമ്മദ് ഞാനാണ്. ആകെ 3 വാക്കേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ആ ഉമ്മയുടെ നിലപാട് മാറിയിട്ട് ഇസ്ലാം അംഗീകരിക്കുകയാണ് അവർ ചെയ്തത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങൾ, ആളുകളുടെ മനസ്സിൽ പരിവർത്തനം സൃഷ്ടിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ പോകുന്നത്? നാം വിലപിക്കുക എന്നത് ഒരു പ്രതിരോധ രീതിയാക്കി മാറ്റുകയാണ്. വിലാപങ്ങൾ അത് തീർച്ചയായും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർത്ത് കളയാണ് ചെയ്യുക. കേവല വിലാപങ്ങൾ. ബാബരി മസ്ജിദ് തകർന്നു 22 വർഷം പിന്നിടുമ്പോൾ പുതിയ തലമുറയുടെ മുമ്പിൽ നാം വീണ്ടും വിലാപകാവ്യങ്ങൾ രചിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ആത്മവിശ്വാസമുള്ളവരാവുക? നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധീരമായ കാൽവെപ്പുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നാം.
വർത്തമാനകാലത്ത് നാം പ്രതിരോധം പഠിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ ഗസയിലെ പോരാളികളിൽ നിന്നാണ്. കഴിഞ്ഞ റമദാനിൽ ഒരുപാട് പ്രാർത്ഥിച്ചില്ല അവർക്ക് വേണ്ടിയിട്ട്. അവരിൽ നിന്നാണ് നാം പ്രതിരോധത്തിന്റെ സർഗാത്മകമായ ഈ മുഖം പഠിക്കേണ്ടത്. കേവലം ബോംബും തോക്കുമാണോ പ്രതിരോധം? തൂലിക കൊണ്ട് അവർ നമ്മെ ആക്രമിച്ചപ്പോൾ നാം തോക്കുകൊണ്ട് നേരിടാൻ ശ്രമിക്കുക ഉണ്ടായത്. ഫലസ്തീനിലേക്ക് ചെല്ലുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. തീർത്തുന്ന പീരങ്കികൾക്ക് മുമ്പില് ഫലസ്തീനി ബാലന്മാർ സഞ്ചിയിൽ കല്ല് കൊണ്ടുവന്ന് എറിയുകയാണ്. ഇതെവിടെ ഏഷ്യാനാണ്? പക്ഷെ അത് വലിയ പ്രതീകാത്മകമായ ഒരു പ്രതിരോധമാണത്. പ്രതീകാത്മകമായ പ്രതിരോധമാണ്. അബാബീലുകളെ പോലെ, ആ പക്ഷികളെ പോലെ ഈ ചെറിയ ചെറിയ സംഘങ്ങൾ ഈ തീർത്തുന്ന പീരങ്കികൾക്ക് നേരെ കല്ലെറിഞ്ഞില്ലേ? വലിയൊരു പ്രതിരോധത്തിന്റെ സർഗാത്മകമായ ഒരു വശമാണ് അവർ കാണിച്ചു തന്നത്. കൊട്ടിയടച്ചല്ലോ അതിർത്തികൾ. ഗസയെ വേർതിരിച്ചു, ഫലസ്തീനിനെ വേർതിരിച്ചിട്ട് കൂറ്റൻ മതിലുകൾ ഉണ്ടാക്കി. എന്താ ചെയ്തത് ഫലസ്തീനികൾ ആ മതിൽ ഉപയോഗപ്പെടുത്തി. ആ മതിലിൽ സുന്ദരമായ ചിത്രങ്ങൾ, വിപ്ലവത്തിന്റെ ആവേശം തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചിട്ടു. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയരായ ചിത്രകാരന്മാരുള്ളത് ഫലസ്തീനിലാണ്. വളരെ സുന്ദരമായ കവിതകൾ ആ മതിലിൽ അവർ കോറിയിട്ടു. നല്ല നല്ല വിപ്ലവ കവിതകൾ. ആലോചിക്കാൻ പറ്റുമോ? നിരന്തരം ബോംബ് വീഴുന്ന ആ സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് കവിതകൾ പിറന്നത് എന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഗസയെ, ഫലസ്തീനിനെ തൊട്ടിലുകളുടെ നഗരം എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. തൊട്ടിലുകളുടെ നഗരം. എന്തുകൊണ്ടാണ്? അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പകരം നിരന്തരം ജന്മം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ മക്കൾ. അവിടുത്തെ ജനസംഖ്യയുടെ സവിശേഷത 44% പേര് 14 വയസ്സിൽ താഴെയുള്ളവരാണ്. 14 വയസ്സിൽ താഴെയാണ് ഗസയിലെ, ഫലസ്തീനിലെ ജനസംഖ്യയുടെ അവസ്ഥ. 44% എന്ന് പറഞ്ഞാൽ അവിടെ മക്കൾ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ കുടുംബത്തിലും 10-12 മക്കളാണ്. അവിടുത്തെ ഉമ്മമാര് യഥാർത്ഥത്തിൽ ജന്മം നൽകുന്ന യന്ത്രങ്ങളായി മാറിയിരിക്കുന്നു. നമ്മൾ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചു തുടങ്ങിയ കാലമാണിത്. അപ്പോഴാണ് ആരോ പറഞ്ഞത് അവരോട്, നിങ്ങൾക്ക് മിനിമം 4 മക്കളെങ്കിലും വേണം, അതുകൊണ്ട് ഗർഭാവസി എന്ന് പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ലേ? പക്ഷെ നമ്മളെന്താ തീരുമാനിക്കുന്നത്? ഇതൊക്കെ പ്രതിരോധത്തിന്റെ വേറിട്ട മുഖങ്ങളാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ ഗർഭങ്ങൾ സംഭവിക്കുന്നു അത്രയാവട്ടെ. വർഷങ്ങളായിട്ട് ഇസ്രയേൽ സൈന്യം പിടിച്ചോണ്ട് പോയിട്ട് ജയിലിനകത്ത് തളച്ചിട്ടിരിക്കുന്ന യുവാക്കൾ കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസമായപ്പോൾ പിടിച്ചോണ്ട് പോയതാണ്. 8-10 വർഷമായിട്ട് ജയിലിനകത്ത് കഴിയുകയാണ്. ആ പെൺകുട്ടികൾ ഇപ്പോഴും മണവാട്ടികളായിട്ടാണ് അവരുടെ വീട്ടിൽ കഴിയുന്നത്. അതിലൊരു പെൺകുട്ടിക്ക് ഗർഭം ധരിക്കണം എന്ന് അത്യാഗ്രഹമുണ്ടായി. അങ്ങനെ ആ പെൺകുട്ടി ഒരു ഡോക്ടറെ സമീപിച്ചു. ഹന എന്ന ആ പെൺകുട്ടി, മണവാട്ടി, അഥവാ 8 വർഷമായിട്ട് തന്റെ പ്രിയതമൻ ജയിലിൽ കഴിയാണ്. ഹന്താവി എന്ന ഡോക്ടറെ ആ പെൺകുട്ടി സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉമ്മയാകണം, എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകണം, എന്നിട്ട് എന്റെ കുഞ്ഞിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകൊടുക്കണം. അവരുടെ ആഗ്രഹമാണ്. ഹന്താവി എന്ന ഡോക്ടർ അതിന് വഴി പറഞ്ഞു കൊടുത്തു. അന്ന് ഇസ്രയേലിന്റെ ജയിലറക്കുള്ളിൽ കിടക്കുന്ന അവരുടെ ഭർത്താവിന്റെ ബീജം സുരക്ഷിതമായിട്ട് പുറത്തു കൊണ്ടുവന്നാൽ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ബീജസങ്കലനം വഴി അങ്ങനെ അവർ ഗർഭധാരണം ധരിക്കുകയും ഹസൻ എന്ന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എന്തൊരു പ്രതിരോധത്തിന്റെ ശൈലിയാണ്! ആലോചിച്ച് നോക്കൂ. ഒരുപാട് മക്കൾ അവിടെ അള്ളാഹുവിലേക്ക് യാത്രയല്ലേ, പക്ഷെ അവരൊരിക്കലും അനാവശ്യമായിട്ട് കരഞ്ഞില്ല, സങ്കടങ്ങൾ പറഞ്ഞില്ല. വളരെ ഉത്കൃഷ്ടമായ പ്രതിരോധത്തിന്റെ സർഗാത്മകമായ ഒരുപാട് മാതൃകകൾ അവര് സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നതാണ്. എപ്പോഴായിരിക്കും നമ്മുടെ സമുദായം ഇത് ഏറ്റെടുക്കുക? എന്തിനും ഏതിനും തട്ടിക്കയറി പെട്ടെന്ന് പ്രതിരോധിച്ചു പോകുന്ന വാക്കുകൊണ്ടും ആയുധം കൊണ്ടും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ഒരു പ്രതിരോധ മുഖത്തേക്ക് എപ്പോഴായിരിക്കും നമ്മുടെ സമുദായം തിരിച്ചെത്തുക എന്ന് ആലോചിക്കും. പറയൂ, ഇതാണ് എന്റെ മാർഗം. അതോ ഇലത്വ, ഞാൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അന ബസീറ, ഉൾക്കാഴ്ചയോടുകൂടി. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും അതേപോലെയാണ് ചിന്തിക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആകാമായിരുന്നു. പക്ഷെ ആ രീതി ഒരിക്കലും സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ ദീൻ വിജയിക്കാനുള്ളതാണ്. ഇത് വഴിയിൽ എവിടെയോ തട്ടിത്തടഞ്ഞ് മറിഞ്ഞു വീണ് നശിക്കാനുള്ളതല്ല. ഇത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഒരുപക്ഷേ ഒരു ഒളിച്ചോട്ടക്കാരനെ പോലെ കടന്നു പോകുമ്പോഴും വളരെ ധീരമായ വാക്കുകൾ ഒന്നാമതാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്. ജാഅൽ ഹഖ്, സത്യം പുലർന്നിരിക്കുന്നു. വസഹഖൽ ബാത്തിൽ, അസത്യം തകർന്നിരിക്കുന്നു. തീർച്ചയായും അസത്യം തകരാനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള സർഗാത്മകമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. പ്രവാചക ജീവിതം കൂടുതൽ പഠിക്കുമ്പോൾ നാം വീണ്ടും അത്ഭുതപ്പെട്ടു പോകും. ഒരുപക്ഷെ ആ ജീവിതത്തിലെ പല വിവാദങ്ങളും പ്രതിരോധത്തിന്റെ വിവാദങ്ങളായിരുന്നു. അബൂ സുഫിയാന്റെ പുത്രി, മക്കാ മുശ്രിക്കുകളുടെ നേതാവ് അബൂ സുഫിയാന്റെ നേർപുത്രി ഉമ്മു ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വധുവായി. അമോശൻ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. അപ്പോഴാണ് ഉമ്മു ഹബീബ റസൂലുള്ളാഹിന്റെ പത്നിയാവുന്നത്. പല ജൂതഗോത്രങ്ങളിൽ നിന്നും പ്രവാചകൻ പത്നിമാരെ സ്വീകരിച്ചു. എന്തായിരുന്നു? അതൊക്കെ ഒരു പ്രതിരോധ മാർഗമാണ്. പുതിയാപ്പിളയോട് എങ്ങനെ നേരിടും എന്ന ഒരു മനഃശാസ്ത്രം അതിന്റെ പിന്നിലുണ്ട്. പ്രതിരോധത്തിന് വ്യത്യസ്തമായ ഒരുപാട് മാർഗങ്ങൾ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്നുണ്ട്. അതിനാൽ ആ കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ എങ്ങനെയായിരിക്കണം നാം പ്രതിരോധ നില കെട്ടിപ്പടുക്കേണ്ടത് എന്ന് നാം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതികൂല സാഹചര്യത്തിലും സർഗാത്മകമായ പ്രതിരോധ ഭിത്തികൾ തീർക്കുവാൻ നമുക്ക് ആവശ്യമാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ അല്ലാഹുവിന്റെ ദീനിന്റെ വാഹകരായി തീരുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനോടൊപ്പം സഞ്ചരിക്കുക എന്നത് തീർച്ചയായും പ്രയാസകരമായ വഴിയാണ്. പക്ഷേ കാര്യങ്ങളെ ഈ കാഴ്ചപ്പാടിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ഇത് തന്നെയാണല്ലോ ഞാൻ തേടിക്കൊണ്ടിരുന്ന വഴി എന്ന് നമുക്ക് അനുഭവപ്പെടും. ആദ്യ കാലത്ത് ബദരീകളും ഉഹദീകളും ഒക്കെ ഉണ്ടായി. നമുക്ക് അങ്ങനെ ഒരു സൗഭാഗ്യമില്ല. എന്നാലും മനസ്സിനെ ഇരിപ്പോടാക്കി ഈ മാർഗത്തിൽ ഒഴിഞ്ഞു വെച്ച് നമ്മളാൽ കഴിയും വിധം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ പടച്ച തമ്പുരാൻ ഒരുപക്ഷെ നമ്മെ അവരോടൊപ്പം സ്വർഗത്തിൽ ചേർത്തേക്കും. ഖുർആൻ പ്രതിരോധത്തിന്റെ ഒറ്റവാചകം പറയുന്നത് ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക എന്ന് ശരിയാണ്. ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക. നമ്മുടെ പ്രതിയോഗികൾ എത്ര സമർത്ഥമായാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതറിയോ? ഞാൻ ഓർത്തു നോക്കൂ, ക്രിസ്ത്യാനിറ്റി എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ അതിനോട് ചേർത്ത് പറയുന്ന? കാരുണ്യം എന്നായിരിക്കും നാം പറയുക. ലോകത്തുടനീളം ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും സംവിധാനങ്ങളും അവരാണ് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനുവേണ്ടി തന്നെ ഒഴിഞ്ഞു വെക്കപ്പെട്ട നിത്യ കന്യകകൾ അവർക്കുണ്ട്. അങ്ങനെയാണ്. പക്ഷെ അതേ സമയത്ത് ഈ ക്രൈസ്തവ ലോകമാണല്ലോ സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാര്. ലോകത്ത് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ ആ ഒറ്റ വാക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അവർ തമസ്കരിച്ചു കളയുന്നു, മായ്ച്ചു കളയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ മുഴുവൻ. പക്ഷെ ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു പ്രതിരോധത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുറേ മനുഷ്യര് ഇതിനുവേണ്ടി തന്നെ ആശുപത്രികളിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകുന്നു. ഒരുപാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നു. കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ അവരുടെ അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി കാരുണ്യം എന്ന ലേബൽ അവരൊക്കെ തൊപ്പിച്ചു വെച്ചിരിക്കാം. പക്ഷേ അങ്ങനെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എത്ര ശ്രദ്ധയോടെയാണ് അവരത് ഉപയോഗപ്പെടുത്തുന്ന ആലോചിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ തികച്ചും സത്യമായ ഒരു ആദർശമുണ്ട്. എന്നിട്ട് ഈ ആദർശത്തെ സമൂഹ മധ്യത്തിൽ എത്തിക്കുവാൻ
അത് നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് അത് കഴിയാതെ പോകുന്നത്? ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധത്തിന് നാം നമ്മെ ഒരുക്കി നിർത്തുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വികാരം കൊള്ളുന്നതിൽ കാര്യമില്ല. നമുക്ക് വളരെ ശാന്തമായ, വളരെ മൗനത്തോടു കൂടിയുള്ള പ്രതികരണ രീതികൾ സൃഷ്ടിക്കാം. ദീനിനെ പഠിക്കുക, ദീൻ ഉൾക്കൊണ്ട കുടുംബങ്ങളെ സൃഷ്ടിക്കുക, വൈജ്ഞാനികമായിട്ട് ദീനീപരമായിട്ട് ഉയരാൻ ശ്രമിക്കുക. അത് ഏറ്റവും നല്ല മാർഗമാണ്. ആ മാർഗം നാം സ്വീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ പരിഹാസങ്ങളോ അള്ളാഹുവിന്റെ ദീനിലുള്ള മറുപടിയാകുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. ആ തലത്തിലേക്ക് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അതിനാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിരോധ സംസ്കാരത്തെ ഏറ്റെടുക്കേണ്ടതുണ്ട്. പഠിച്ചതിന് അതിന് തൗഫീഖ് ചെയ്യുവാണ്. പലപ്പോഴും ഉണർത്തിയ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഉണ്ടല്ലോ, നമുക്ക് പാർക്കിംഗ് സംവിധാനങ്ങളില്ല, റോഡിലാണ് നാം പാർക്ക് ചെയ്യുന്നത്. പലപ്പോഴും അത് മറ്റ് സഹോദരങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. LFC റോഡ് വിശാലമാണ്, അതിന്റെ വശങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാം. അങ്ങോട്ടൊക്കെ വളരെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡുകളുണ്ട്. ജസ്റ്റ് 2-3 മിനിറ്റ് നടന്നാൽ മതി. ആ നടത്തത്തിന് വലിയ പുണ്യമുണ്ട്. അങ്ങനെ പഠിപ്പിച്ചത് നമസ്കാരത്തിലേക്ക് നടക്കുന്ന ഓരോ കാലടിയും പുണ്യമുള്ളതാണ്. അതുകൊണ്ട് അല്പമായിട്ട് കഴിയുന്നതും കാട്ടയിൽ റോഡ് എന്ന നമ്മുടെ പള്ളി നിൽക്കുന്ന ഈ ക്രോസ് റോഡിൽ പാർക്ക് ചെയ്യാതിരിക്കുക. പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരുന്ന രീതി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. കരുനാഗപ്പള്ളിയിലെ ഒരു സഹോദരൻ ഹാർട്ട് ഓപ്പറേഷനെ തുടർന്ന് ആശുപത്രിയിലാണ്. അതുപോലെ ഒരുപാട് സഹോദരന്മാർ. പഠിച്ചവനെ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുന്നതാണ്. പഠിച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നതിലൂടെ പഠിച്ചവനെ നിന്റെ ദീനിന്റെ പ്രതിരോധ വാഹകരായി മാറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. കേവലമായ വൈകാരിക പ്രതിരോധങ്ങൾക്ക് അപ്പുറത്ത് സർഗാത്മകമായ, ചിന്താപരമായ, വൈജ്ഞാനികമായ, സാംസ്കാരികമായ പ്രതിരോധ നിലകൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. പഠിച്ചവനെ രോഗങ്ങൾ കൊണ്ട്, മനപ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് പലതരത്തിലും ഞങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണല്ലോ. നാഥ, ആശ്വാസം നൽകുന്നതിനൊക്കെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരോടൊപ്പം നാളെ ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ. നാഥ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف